ആര്യ ചേച്ചി, ഓ ഞാൻ എന്തിനാ വിളിച്ചത്? പെർഫോമൻസ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് റൗണ്ട് ആണ്, എന്റെയും ഫേവറേറ്റ് റൗണ്ട് ആണ്, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും അതേന്ന് എനിക്കറിയാം. എല്ലാവരെയും ഭയങ്കര എനർജറ്റിക് ആക്കാനായിട്ട് എത്താൻ പോകുന്നത് MJ അങ്കിളുടെയും നമ്മുടെയും ഒക്കെ സ്വന്തം കുട്ടുമണിക്കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം പാർത്ഥവ് ഓൺ സ്റ്റേജ്. ഹലോ ഹലോ നമ്മളൊരു സെയിം സ്റ്റൈലിലാണല്ലോ. അതെ, രണ്ടുപേരും സ്റ്റൈലിഷ് വിത്ത് ജാക്കറ്റ്. രണ്ടുപേരും കോട്ട് ഇട്ടിട്ടുണ്ട്. അല്ല, ചാക്ക് എവിടെ? ചാക്കോ? ആ, എവിടെ ചാക്ക്? എന്തോ ചാക്കൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ കേട്ടു. സ്വപ്നം കൊണ്ടുള്ള ഒരു ചാക്കോ എന്തോ സ്വപ്ന ലോകത്ത് അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ശരിക്കും ചാക്ക് എടുത്തിട്ട് ഇന്ന് വരാൻ പോണേന്ന്. ആണോ? ആ, ഞാൻ ചാക്ക് എടുത്തില്ലായിരുന്നു. എടുക്കും അല്ലടാ? എടുക്കും. യെസ്, നല്ല ഉഗ്രൻ ജാക്കറ്റ്. അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. സ്വപ്ന ലോകത്തെ ഫാല ഭാസ്കറിനെ പോലെ ഉണ്ട്. അല്ല, കുട്ടുമണി പോലെ ഉണ്ട്. അടിച്ചു പൊളിക്കാൻ പോവല്ലേ? പെർഫോമൻസ് റൗണ്ടാ, നമ്മുടെ സ്വന്തം റൗണ്ടാണ്. മാക്സിമം തകർത്ത് പാടണം കേട്ടോ. അപ്പം പോരട്ടെ ഡീറ്റെയിൽസ്. ബെസ്റ്റ് ആക്ടർ ഇയർ 2010, മ്യൂസിക് ബിജിബാൽ സർ, ലിറിക്സ് സന്തോഷ് വർമ്മ സർ, പാടിയത് അരുൺ ആലാട്ട് സർ. അരുൺ ആലാട്ടും നന്നായിട്ട് ലിറിക്സ് എഴുതുന്ന ആളാണ്. സന്തോഷ് വർമ്മ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട, എന്റെ പ്രിയപ്പെട്ട അനിയനാണ്, ഒരു ഉഗ്രൻ പാട്ടെഴുത്തുകാരനാണ്. എനിക്ക് അദ്ദേഹമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. മഴയെ തൂമഴയെ, നീ അറിഞ്ഞോ അത് ഒക്കെ അദ്ദേഹമാണ് എഴുതിയത്. അങ്ങനെ ഈ പാട്ടിന്റെ ലിറിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ഘടനയാണ്. പിന്നെ ബിജി എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് കമ്പോസേഴ്സ് ആണ്. ഒറിജിനൽ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആയിരിക്കും, സ്വന്തം തോട്ട്സ് ആയിരിക്കും. അത് ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ബിജിക്കും സന്തോഷ് വർമ്മയ്ക്കും ഹായ്. ഓക്കെ കുട്ടുമണി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു വിളികേട്ട് ഇവനു വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു വിളികേട്ട് ഇവനു വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. ഇവനു വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു വിളികേട്ട് ഇവനു വഴികാട്ട്.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. കോറസ് നൈസ്. കുട്ടുമണി എന്നെ കുട്ടുമണിക്കുട്ട ചക്കരക്കുട്ട. എന്തോ യാ ഇറ്റ്സ് നൈസ് താങ്ക് യു. ബട്ട് ഐ വാണ്ട് ഇറ്റ് ടു ബി ഗ്രേറ്റ്. ഇന്നൊരു ഗ്ലൂം വന്നില്ലേ? യെസ്, ചെറിയൊരു ഗ്ലൂ. വൈ സലൈവ സലൈവ ഡ്രൈ ആയി. ഡ്രൈ ആയി. ആ ഒരു കാര്യം നമ്മുടെ കുട്ടുമണി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ പാട്ടുകാരും മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ സലൈവ നമ്മൾ ഇറക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ത്രോട്ടിന്റെ പ്രശ്നം കൊണ്ടാണ് ചിലപ്പോൾ ഗ്ലൂം വരുന്നതെന്നുള്ളത്. ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെ നമ്മളിലേക്ക് ഇടുന്ന പ്രഷർ അതിനൊരു കാരണമാണ്. അതുകൊണ്ടാണ് ഈ അത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ബയോളജിക്കൽ വഴിയാണ് ഈ സലൈവ പോകുന്നതും കുടുങ്ങുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി കുട്ടുമണിക്കുട്ടന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സ്വയമായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട് ഉള്ളിൽ. ഞാൻ പറഞ്ഞ സൈക്കോളജിക്കലിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രഷർ വേണ്ട. കാരണം പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനെ ബാധിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താണോ കരുതുന്നത് അത് തന്നെ വരണം വെളിയിൽ. ആ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ലോസ് ഉണ്ടാവാൻ പാടില്ല. ആ അപ്പം പിന്നെ കുറച്ചുകൂടെ കൂളായിട്ട് ഇത് അപ്രോച്ച് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ്? തും തണക്ക് തും. അപ്പൊ തന്നെ അത് ഞാൻ പാടാൻ പോണേ. ഓക്കെ, തും തണക്ക്. അത് വേണ്ട. ഇതും വേണ്ട. പുരുകൊന്ന് താത്തി വെച്ച് നോക്കിയേ. ആ പുരികൊന്നും വേണ്ട. കൈ ഒട്ടും അനക്കരുതെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മൾ ഓരോ നോട്ടിനെ ഇങ്ങനെ തും തണക്ക് തും തും അങ്ങനെ വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കൂടെ സ്വപ്നമൊരു ചാക്ക്. ഇത് ഇപ്പൊ ഞാൻ സ്വപ്നമൊരു ചാക്ക് ഇങ്ങനെയാണ് മോൻ പാടുന്നത്. യു ആർ പോയിന്റിങ് ആൻഡ് പുട്ടിങ് പ്രഷർ ഓൺ യുവർ സെൽഫ്. അത് വേണ്ട. സ്വപ്നമൊരു ചാക്ക്. പക്ഷേ തളർന്നു പോയ പോലെ എൻജോയ് ചെയ്ത് പാടുന്ന പോലെ ഇരിക്കണം. എൻജോയ് ചെയ്ത് പാടുന്ന പോലെ നമ്മളെല്ലാരും എൻജോയ് ചെയ്യിപ്പിക്കണം. സ്വയം എൻജോയ് ചെയ്യണം. അങ്ങനെ പാട്. പിന്നെ കഥ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറെ ഏതോ പാട്ടിലും കഥ എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഥ കഥ കഥ. കഥ എന്ന് പറഞ്ഞൊരു വാക്ക് മലയാളത്തിലില്ല. കഥ ആണ്. Then it becomes a story. ഒരു കഥ പറയാത്തൊരു കഥ പറയാം. പിന്നെ അപരാധം എന്ന് പാടി അപരാധം എന്ന് പാടണം, അല്ലെങ്കിൽ അത് അപരാധമാണ്. ഓക്കെ, മലയാളം ആവുന്നില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ ചരണം തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് നോട്ട് ഉണ്ടല്ലോ, അത് ശ്രുതി കിട്ടിയില്ല. അത് കുറച്ച് ടഫാണ്. മേളിലാണ് തുടങ്ങുന്നത്. കറക്റ്റ് ഓൺ ദ ഡോട്ട് തന്നെ ഹിറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അത് ചലഞ്ചിങ് ആണ് ഒരു പാട്ടുകാരന്. അത് കുട്ടുമണിക്ക് അവിടെ കിട്ടിയില്ല. പിന്നെ ചരണം നിൽക്കുന്നത് നിലവിന് പിറകെ മേളില് ഒന്നും ഞാൻ രണ്ടാമത് പാടിക്കുന്നില്ല, അവിടെ എത്തുന്നില്ല. അത് ടഫാണ്. പിന്നെ തലവര തെളിയേ എന്ന് പാടിയില്ലേ, അത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉടയോനും മഷിയില്ലേ, അത് നന്നായിട്ട് പാടിയിരുന്നു. അതാണ് ആ വരിയാണ് ഈ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരണത്തിന്റെ ബിഗിനിങ് വരി. ദാറ്റ് വാസ് വെരി നൈസ്. അവിടെ നമുക്ക് കുട്ടുമണിയെ കാണാൻ പറ്റി. പക്ഷെ പാട്ടിന്റെ മിക്ക ഇടത്തിലും കുട്ടുമണി ഉണ്ടോ, കുട്ടുമണി ഇല്ലേ എന്നുള്ളൊരു സംശയം ഇങ്ങനെ വന്നോണ്ടിരുന്നു കേട്ടോ. കുട്ടുമണിക്കുട്ടാ, എന്തിനാണ് എപ്പോഴും ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നത്? നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കാണാൻ വളരെ രസമുണ്ടോ? അയ്യോ, അതെ, ആക്ച്വലി ക്യാമറയിലോട്ടേക്ക് നോക്കണ്ടേ. എനിക്ക് തോന്നുന്നു പാടുന്നതിന്റെ ഇടയ്ക്ക് MJ സാറും പല്ലവി പാടുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അങ്ങോട്ടേക്ക് നോക്കുക, ക്യാമറയിലേക്ക് നോക്കുക. ഇങ്ങോട്ട് നോക്കിയാ നമ്മള് ചിലപ്പോ നല്ലത് എഴുതും, വെരി ഗുഡ് എന്ന് എഴുതും, ചിലപ്പം ശരിയായില്ല എന്ന് എഴുതും, ചിലപ്പോ അൺലൈൻ ഇടുന്നുണ്ടാവും. അപ്പം എന്തൊക്കെ ചെയ്യും നമ്മളിവിടെ? കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാരെയും നോക്കി പാടണം, അപ്പൊ ഞാൻ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതെ, സജഷൻ നമ്പർ 2, മൈക്ക് ഇത്ര അടുത്ത് പിടിക്കണ്ടെന്ന് തോന്നി എനിക്ക് കേട്ടോ. മൈക്ക് ഒരു പാടുമ്പോ ഭയങ്കരമായിട്ട് നല്ല അടുത്തായി പോന്നു മൈക്ക് പിടിക്കുന്നത്. കുറച്ച് ദൂരോട്ടേക്ക് പിടിക്കാം. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ട്, പക്ഷെ അറിയാതെ അത് തിരിച്ച് വായിക്ക് മുട്ടുന്ന രീതിയിലാണ് അത് മൈക്ക് പലപ്പോഴും പോകുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം പാടുമ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. ആ ഒരു ഫോൾസെറ്റോ പാടാനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ഇവനില്ലേ അവകാശം കനവിനു വളമിടുവാൻ. ആ അറ്റംപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഫോൾസെറ്റോ പാടുക എന്ന് പറയുന്നത് ഈസി അല്ല. ഞാനൊക്കെ വളരെ റീസെന്റ് ആണ് ഫോൾസെറ്റോ പാടാൻ പഠിച്ചത്.
അത് തന്നെ എനിക്ക് ഇപ്പോഴും ആ പ്രസന്റ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് പറ്റുള്ളൂ. പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് ടാലന്റ്. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ കഥ ഒരുപാട് സ്ഥലത്ത് ഒരു കഥ പറയാത്തൊരു കഥ പറയാം, നുണ തരി കലരാത്തൊരു കഥ പറയാം, അകലെയാണ് ഇവനുടെ കഥയിലെ നാട്. അങ്ങനെ കഥ കുറേ പ്രാവശ്യം ഇങ്ങനെ വരുന്ന എല്ലാം തെറ്റിക്കുന്നുണ്ട്. അതെ കഥ ആ കഥേന്റെ അടുപ്പിച്ച് കുറേ കഥ ഇങ്ങനെ വരുന്നില്ലേ, അപ്പൊ അതൊക്കെ ഇങ്ങനെ കഥ 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 അങ്ങനെയാ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് പ്രത്യേകം അത് നോട്ട് ചെയ്യും അത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആണ് ബിജുവൽ സർ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, പല പല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് മീനൂട്ട. ആകാശമായവളെ, പുലരാൻ നേരം ജനവാദിക്കൽ, ഇടുക്കി, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, അതിലൊരു പാട്ടുണ്ട് സോ ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര രസമാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിക ബിജുപാൽ സാറിന്റെ അടുത്തൊരു ബിഗ് ഹായ് ഇവിടുന്ന്. ബ്യൂട്ടിഫുൾ സോങ്, നല്ലൊരു അറ്റംപ്റ്റ് ആണ്, മിടുക്കനായിട്ട് ചെയ്തു. ഇടയിലെ ആ ഡാൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പാർത്ഥിവ് പട്ടേൽ, പാർത്ഥിവ് കുട്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ. കാരണം ഇപ്പോഴത്തെ സോങ് സെലക്ഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അനുപല്ലവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശ്രുതി, ഇവന് വഴികാട്ട്, പിന്നെ അതുപോലെ തന്നെ ചിരപരിചിതരുടെ മൊഴി, അതിനെ കുറിച്ച് ക്ലാരിറ്റി വേണം തോന്നി. നായകൻ അതെങ്ങനെയാ അത് വരുന്നത് ട്യൂൺ? ചിരപരിചിതരുടെ മൊഴി. അത് കുറച്ചുകൂടി ക്ലാരിറ്റി ടേക്കില് വേണം മൊഴി. അത് കുറച്ച് ബേസിലേക്ക്. അതെ 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 അതെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഈ റൗണ്ടിലെ മാർക്ക് നോക്കാം നമുക്ക് അല്ലേ. അടുത്ത പ്രാവശ്യം ഇതിലും അടിപൊളിയായി പെർഫോം ചെയ്യുമെന്ന് എനിക്ക് പിങ്കി പ്രോമിസ് ചെയ്യണം. എനിക്ക് പ്രോമിസ് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പേടിയാണോ? അയ്യോ സാരില്ല, ചെയ്യും, പ്രാക്ടീസ് ചേച്ചിക്ക് മനസ്സിലാവും പിങ്കി പ്രോമിസിനെ എന്തോ ചെയ്യുന്നുണ്ടെന്ന്. എന്തായാലും കുട്ടുമണി കുട്ടന്റെ ഇന്നത്തെ മാർക്ക് 96 ഔട്ട് ഓഫ് 100. അപ്പൊ കുട്ടുമണി എല്ലാം സ്വന്തം അറിയാം. ഇനി നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അടുത്ത പ്രാവശ്യം എന്ത് നടത്തണം? നമ്മള് കംബാക്ക് നടത്തണം. ബൈ ബൈ. ആര്യ ചേച്ചിക്ക് എന്റെ മോട്ടിവേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? വളരെ അടിപൊളിയായിരുന്നു. സൈലന്റ് ആയി പോയി. എന്തായിരുന്നു? ഹാർഡ് വർക്ക് ചെയ്തോളൂ. ഒരുപാട് വയലന്റ് ആവേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അടിപൊളിയായിരുന്നു മീനൂട്ട. താങ്ക് യു ആര്യ ചേച്ചി. പക്ഷെ ഇതുപോലെ സൈലന്റ് ആയിട്ട് സ്വന്തമായി നന്നായി മോട്ടിവേറ്റ് ചെയ്ത് നല്ല നല്ല പാട്ടുകൾ നമുക്ക് തരുന്ന ഒരു നല്ല സംഗീത സംവിധായകൻ നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് MJ മൈക്കിൾ ജാക്സൺ. അങ്ങനെയല്ല, കേരളത്തിന്റെ സ്വന്തം നമ്മുടെ MJ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല അഭിപ്രായം. ആ തുടക്കത്തിലിരിക്കുന്ന കുട്ടി പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ പാട്ട് കേൾക്കണ്ടോ? MJ സാറിന്റെ പാട്ട് MJ സാർ വിനയചന്ദ്രൻ എന്നാവും. നമ്മള് പേര് മാറ്റിയിട്ട് വിനയചന്ദ്രൻ. അതെ, എനിക്ക് തോന്നുന്നു MJ അങ്കിളിന് അത് ഇങ്ങനെ വേറെ ആള് പാടുമ്പോ ജഡ്ജ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നല്ലേ? അല്ലേ? എനിക്ക് തോന്നി. പക്ഷെ അതൊരു നല്ല സ്വഭാവല്ലേ? വേറെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം വരണേ. MJ സാർ ചതുരം, നല്ല ചതുര വടിവുണ്ട്. അതെ, പക്ഷെ ഇപ്പൊ പാടാൻ വരുന്ന ആളെ നമ്മൾ അങ്ങനെ ഒത്തിരി ജഡ്ജ് ചെയ്യേണ്ടി ഒന്നും വരത്തില്ല. നന്നായി പഠിച്ച് പാടാൻ വരുന്ന ഒരാളാണ്. ഭദ്രകാളി അല്ല, അതെ, നമ്മുടെ ദുർഗ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. ഇതാണ് സിഗ്നേച്ചർ കോസ്റ്റ്യൂം. അതെ അതെ, അവർക്ക് നന്നായി ചേരുന്ന ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. പേര് ദുർഗ എന്നാണെങ്കിൽ ഇപ്പൊ ബാലഭദ്രയെ പോലെ ഉണ്ട്. ബാലഭദ്ര അറിയില്ലേ? ചോറ്റാനിക്കരെ പോയാ മതി, കീഴ്ക്കാവില്. അവിടെ ഇരിക്കുന്ന അമ്മയാണ്. ഓ ശരി ശരി, ഭയങ്കര സുന്ദരിയാ. അപ്പൊ ദുർഗക്കുട്ടി തന്നെ. അപ്പൊ അയ്യോ എന്തൊരു ചുന്ദരിയായിട്ടാണ്. അതെ അതെ, നല്ല നല്ല ഐശ്വര്യം ഉണ്ടെന്ന് കാണാൻ. അതങ്ങനെയൊക്കെ പറഞ്ഞേ. എപ്പോഴും നല്ല ഐശ്വര്യത്തോടെയാ വരിക. അതെ അതെ അതെ. ഇതൊരു സിഗ്നേച്ചർ ഡ്രസ് ആക്കിയ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ പറഞ്ഞോളൂ. എന്ത് തോന്നുന്നു MJ സാറിന്റെ പാട്ട് പാടാൻ പോകുന്നതായിട്ട്? സന്തോഷമാണോ? പേടിയുണ്ടോ? ഇങ്ങനെ അയ്യോ MJ സാർ എന്ത് പറയും അങ്ങനെ തോന്നുന്നുണ്ടോ? ചെറിയ അങ്ങനെ ഒന്നും പേടിക്കണ്ട. MJ അങ്കിളുടെ പാട്ടിന് MJ അങ്കിൾ ഒന്നും പറയില്ല. ഇവരാണ് കുഴപ്പക്കാര്. ഞാനല്ലേ കണ്ണട ഇട്ടിരിക്കുന്ന മച്ചേട്ടനാ കുഴപ്പം. ആരെങ്കിലും ഒന്ന് പറയണ്ടേ? അവിടുത്തെ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോകുന്നതാണ് ഞാൻ. അപ്പൊ ദുർഗു, എന്തോ ഏതാ പാട്ട്? മണിക്കുയിലെ. മണിക്കുയിലെ. കണ്ണാടി. ടെയിൽ മിറർ.
വാൽക്കണ്ണാടി ഓ ഓ ഓ, അതാണ് ടൈം Wonderful. കണ്ടുപിടുത്തം. എസ് രമേശൻ നായർ സാർ. ലിറിക്സ് എസ് രമേശൻ നായർ സാർ, മ്യൂസിക് MJ സാർ, പാടിയത് സുജാത മാം, ദാസങ്കൾ ദാസങ്കള് ഞാൻ ഫീമെയിൽ വെർഷൻ അതാണ് പഠിച്ചേക്കുന്നത്. പഠിച്ചത്. ഇത് ഡ്യുവറ്റും ഇല്ലേ? രമേശൻ നായർ സാർ എനിക്ക് ഗുരുതുല്യനായിരുന്നു, ഒരു മഹാപണ്ഡിതനായിരുന്നു. ഇപ്പൊ രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പാട്ടിന് എഴുതാനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പൊ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പവിഴമല്ലി എന്ന പേരുള്ള ബ്യൂട്ടിഫുൾ ഒരു വീടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതെ അതെ. അപ്പൊ രാവിലെ 4:30 മണിയാകുമ്പോൾ ഞാൻ പോകും. അങ്ങനെ എത്രയോ വർഷങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ദിവസമല്ല, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനൂടെ പോവും. അപ്പൊ എനിക്ക് ചുമ്മാ തോന്നുന്ന ചില ഈണങ്ങൾ ഇങ്ങനെ പാടിക്കൊടുക്കും. അപ്പൊ അദ്ദേഹം അതിനെ ലിറിക്ക് എഴുതും. അപ്പൊ എനിക്കൊരു രസം, കുട്ടാന്ന് പറഞ്ഞ് വളരെ സ്നേഹിച്ച് എന്നെ അങ്ങനെ വളർത്തിയെടുത്ത ഒരാളാണ് തീർച്ചയായിട്ടും രമേശൻ നായർ സാറ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എന്നാ പാട്ട് അപ്പൊ കേൾക്കാം. പഠിക്കൂ. All the best. All the best. ദുർഗു. താങ്ക് യു. മണിക്കോയി
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ, ഇടുക്കിയായിട്ട് പാടി. എനിക്ക് ആ അനുപല്ലവിയുടെ ആ മേളിൽ പാടുന്ന പോർഷൻസ് ഒക്കെ സോ ബ്യൂട്ടിഫുൾ. ആ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ഇവിടുന്ന് മധുചേട്ടൻ ആഹാ 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 എന്ന് പറയാൻ വേണ്ടി സമയം ബാക്കി ഉണ്ടായിട്ടില്ല, അത്ര അധികം ആഹകൾ ഇവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ആഹാ മൊമെന്റ്സ് കുറെ ഉണ്ടായി. യെസ്, കുറച്ചും കൂടെ ആ രാഗത്തിന്റെ ഒരു ഷെയ്ക്ക് ഉണ്ട്. വരുന്ന പോലത്തേത് ഇച്ചിരി കൂടെ ഒരു ക്ലാസിക്കൽ ടച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നി. അപ്പൊ അതാണ് എനിക്ക് മൊത്തത്തിൽ ഒരു ഫീൽ ചെയ്തത്. പലപ്പോഴും അതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയി പോകുന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ. അത് കുറച്ചും കൂടെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ ആ ഒരു റിത്തം ഉണ്ടല്ലോ, ആ റിത്തമിന്റെ ആ പാറ്റേണിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ഒന്ന് ഉരുട്ടി പാടണമായിരുന്നു എന്നൊരു ഫീൽ, ഒരു കുഞ്ഞ് ഫീൽ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ശബ്ദം, നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇപ്പോ. പഴയ പോലെയല്ല, ആ പഴയ ആ ഒരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ശബ്ദത്തിലെ, അതൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് പോയി. അതൊക്കെ പോയി. ഗുഡ് ബൈ പറഞ്ഞു അതിനോട്. മിടുക്കി, നന്നായി പാടി. നിക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എം.ജെ. സാറിന്റെ ഫേവറേറ്റ് രാഗമാണോ ഇത്? അതെ ക്യാപ്റ്റൻ. യെസ്. പല ആൾക്കാരും എന്നോട് ചോദിക്കും യെസ് ഇതിന്റെ രാഗം പുന്നാഗ വരാളിയാണോ. സത്യത്തിൽ ഇത് ഈണം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു വരാളിയെ കുറിച്ചും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ആ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ ഒരു മിസ്റ്റിക് ബ്യൂട്ടി വേണം. അപ്പൊ ആ മിസ്റ്റിക് ബ്യൂട്ടി വരുമ്പോഴത്തേക്കും ചില രാഗങ്ങളുടെ ഛായകൾ വരും. ഫോർ എക്സാമ്പിൾ കനകാങ്കി എന്നുള്ള രാഗത്തിന്റെ ഈ പുന്നാഗ വരാളി, പിന്നെ ധന്യാസി, പിന്നെ ശുദ്ധ സാവേരി, പിന്നെ തോടി, പല പല രാഗങ്ങളുടെയും പല പല ഫ്ലേവേഴ്സ് പല ഇടങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഒരു രാഗം നിബദ്ധമല്ല ഒരിക്കലും. ഞാൻ സാധാരണയായിട്ട് ഒരിക്കലും ഒരു രാഗത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എക്സെപ്റ്റ് ചില സിറ്റുവേഷൻസ് വേർ രാഗം ഇസ് അബ്സല്യൂട്ട്ലി നീഡഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെന്താർമിഴി അത് കൽപ്പാത്തിയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്നതാണ്. അപ്പൊ അവിടെ രാത്രി കല്യാണം പയ്യനും പെണ്ണും കൂടെയുള്ള അവരുടെ ആദ്യ രാത്രിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തീർച്ചയായിട്ടും അത് രാഗനിബദ്ധം തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് ഷഹാനയുടെ. എന്നിട്ട് പോലും അതിൽ ചില ഫോറിൻ നോട്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരം ക്യാപ്റ്റൻ. ഇതുപോലത്തെ പിന്നെ എം.ജെ. സാറിന്റെ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ ഇസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്. പിന്നെ ദൂരദർശനില് ചിത്ര ചേച്ചി പാടിയിട്ടുണ്ടല്ലോ ഇതേ ചെമ്പനി നീർപ്പൂവി, ഒരു ഓണപ്പാട്ടാണ്. അതെ. ദുർഗ നന്നായിട്ട് പാടി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. ഉഗ്രനായിട്ട് ഇഷ്ടപ്പെട്ടു, വളരെ ഉഗ്രനായിട്ട് പാടി, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ആര്യ പറഞ്ഞ പോലെ ഹൈ പിച്ച് പോർഷൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ആ വൈബ്രേഷൻസ് പാടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാറില്ലേ, അതൊന്നും ഇന്ന് പാട്ടിനെ ബാധിച്ചിട്ടേ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നല്ല പെർഫെക്റ്റ് ആയിട്ട് പല ഭാഗങ്ങളും പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ രാഗത്തിന്റെ ആ ഒരു ഇതിലേക്ക് കുറച്ചിറങ്ങി ചെല്ലാനുണ്ടെന്ന് തോന്നി. പ്രത്യേകിച്ച് മണിക്കുയിലേ എന്ന് പാടിയില്ലേ, മണിക്കുയിലേ ഒന്ന് പാടി കേക്കട്ടെ. മണിക്കുയിലേ കുറച്ചും കൂടി അത് നാച്ചുറൽ ആക്കണം എന്ന് എനിക്ക് തോന്നി. മാരിക്കാവിൽ കുറച്ചും കൂടെ രാഗഛായ വരണം തോന്നി. മാരിക്കാവിൽ പിന്നെ ആ പല്ലവി പാടിയിട്ട് വരുന്ന തുണ്ടുപല്ലവിയില് മൗനരാഗം അതെ, അതും അതുപോലെ തന്നെ എനിക്ക് തോന്നി. പിന്നെ അനുപല്ലവിയും ചരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇടവഴിക്കാട്ടിലെ കുറച്ചൊന്ന് ചരണം തോന്നി. പിന്നെ ലാസ്റ്റ് പല്ലവിയിലും ഈ പറഞ്ഞ പോലെ മൗനരാഗം കറക്റ്റ് ആ രാഗത്തിന്റെ അത് വരാനുണ്ട്, ആ ഒരു ഫ്ലോയിൽ വരാനുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടമായി, വളരെ 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 ഇഷ്ടു. എനിക്കും ഒത്തിരി 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 ഇഷ്ടു. അപ്പൊ ഞാൻ ഇതിന്റെ കുറെ ഓർമ്മകൾ, സത്യത്തില് പാട്ട് എത്ര ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്റെ പാട്ടുകൾ ഇപ്പൊ FM റേഡിയോയിൽ വരികയാണെങ്കിൽ ഞാൻ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഞാൻ മാറ്റും. എനിക്ക് മറ്റുള്ളവരുടെ പാട്ടുകൾ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും എന്റെ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്കും എനിക്കത് ജഡ്ജ് ചെയ്യാനോ ഒന്നും ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം അതാണ്. പക്ഷെ ഒരു മോമെന്റ് ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഇതിന്റെ കോമ്പോസിഷനിൽ. അതായത് മധു പഴയ കാലത്ത് മോഹനേന്ദ്രൻ സാറിനടുത്ത് പഠിക്കാൻ പോകുമ്പോൾ നെയ്യാറ്റിൻകരയാണ്, ബസ്സിലെ പോണേ. അപ്പൊ സാറ് താമസിക്കുന്ന വഴുതൂരാണ്. അവിടെ നിന്ന് ഈ നെയ്യാറ്റിൻകര ബസ് സ്റ്റേഷനിലോട്ട് ഒരു ബസ് കയറും, അവിടെ നിന്ന് ഒരു ലോക്കൽ ബസ്. അപ്പൊ അങ്ങനെ പോയി അവിടെ നെയ്യാറ്റിൻകര ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് കരമനയിലോട്ട് അടുത്ത ബസ് കയറും.
അപ്പൊ അത് കയറി. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തു, അവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണൻകോവിലുണ്ടല്ലോ, നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിൽ, അവിടെ പാടിയിട്ടുണ്ടോ? 2-3 തവണ. മധു പാടാത്ത അമ്പലങ്ങളുണ്ടോ? ഇല്ല. അവിടുത്തെ ഭക്തിഗാനങ്ങളും പാടിയിട്ടുണ്ട്, പ്രോഗ്രാമും ചെയ്തു. ഓക്കെ. അപ്പൊ അവിടെ അത് അടുക്കുമ്പോഴത്തേക്കും ഞാനൊരു കച്ചേരിയുടെ വെളിയിൽ സ്പീക്കറിൽ കേൾക്കുകയാണ്. ഇതുവരെ കേട്ടില്ലാത്ത പോലത്തെ ഒരു തോടി കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഫോക്ക് സ്പർശമുണ്ട് ആ തോടിക്ക്. സാധാരണ നമ്മൾ കർണാട്ടിക് ക്ലാസിക്കൽ അത്രയും ക്ലാസിക്കലായിട്ട് പോകുമ്പോൾ ഫോക്ക് സ്പർശമുണ്ട്, പക്ഷെ അതേസമയം ക്ലാസിക്കലായിട്ടും തോന്നിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഒരാൾ പാടിക്കൊണ്ടിരിക്കുക. ഇത് ആരാണെന്ന് പറഞ്ഞൂടാ. ഞാനിവിടെ എണിച്ച് കണ്ടക്ടർ എടുത്ത് പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണം. ഇയാൾ തിരുവനന്തപുരത്തേക്കല്ല ടിക്കറ്റ് എടുത്ത്, പിന്നെ എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നിർത്തരുത് വെച്ചാൽ അങ്ങനെ ഇറങ്ങി ഞാൻ നേരെ ഈ അമ്പലത്തിലോട്ട് ഓടി അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് ആകെ 5-6 പേരേ ഉള്ളൂ കച്ചേരിയൊക്കെ. അപ്പൊ എനിക്കിത് ആദ്യം ഒരു വയസ്സായ ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാണ് എന്ന് അടുത്തിരുന്ന ഒരാൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇതാണ് മധുര സോമോ. ഓ മൈ ഗോഡ്. അത് ഞാൻ കേട്ട് ആ തോടി അതുവരെ ഉണ്ടായിരുന്ന ഞാൻ പഠിച്ച തോടിയല്ല ശരിക്കുള്ള തോടി എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഇങ്ങനത്തെ ചില മൊമെന്റ്സ് ആണ്. അങ്ങനെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മകരി മക മക നീ മകരി നീ എന്നൊക്കെ പാടുന്ന രീതിയിലുള്ളതാണ്. അതൊക്കെ മേളത്തെ ഹയർ റേഞ്ചിലാണ് പാടുന്നത് അനായാസമായിട്ട്. അപ്പൊ ഈ പാട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും മൗനരാഗം ഇത് തന്നെ എല്ലാവരുടെയും വരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇത് ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പായിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേന്ന്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ഉറക്കത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നി മധുര സോമു സാർ പാടിയ ആ തോടിയിൽ നിന്ന് ഒരു സാധനം നമുക്ക് ഇങ്ങോട്ട് കടക്കാം. മൗനരാഗം അങ്ങനെയാണ് ആ ഒരു നോട്ട് എനിക്ക് കിട്ടിയെന്നുള്ളത്. അപ്പൊ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മധുര സോമു സാർ ഒരു കോമ്പോസിഷനിലെ ഒരു നോട്ട് വലിയ സംഗീതജ്ഞൻ തന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കഥ. ഇപ്പൊ ഈ കഥകളൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ അതൊക്കെ ഇൻസ്പയർ ചെയ്യണം എന്റെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെ? എന്റെ എക്സ്പീരിയൻസ് അങ്ങോട്ട് തരികയാണ് ഒത്തിരി സ്നേഹത്തോടെ. അപ്പൊ ഓരോ കോമ്പോസിഷനും ഓരോ കമ്പോസേഴ്സ് ചെയ്തതിന്റെ പിന്നിൽ ഇതുപോലത്തുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അപ്പൊ അവരെ ഇൻസ്പയർ ചെയ്ത പോലെ പാട്ട് പാടുമ്പോൾ പാട്ടുകാരനെയും ഇത് ഇൻസ്പയർ ചെയ്യണം ഷുവറായിട്ട്, കേട്ടോ. അപ്പൊ ആ രീതിയിൽ എനിക്ക് വളരെ ഇഷ്ടം. ഇത് ഈസി അല്ല പാടാനായിട്ട്. വെരി ഗുഡ് അറ്റംപ്റ്റ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. മധുവങ്കൾ അമ്മ ഒരു 2 വരി പാടിത്തരോ? ഈ പാട്ടിന് റെക്കോർഡിങ്ങിന് എന്നെ റെക്കോർഡിംഗ് വിളിച്ചപ്പോൾ കുട്ടൻചേട്ടൻ പറഞ്ഞു ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്, എന്തായാലും നമുക്ക് മിക്കവാറും അവാർഡ് കിട്ടാൻ ഒരു ചാൻസ് ഉള്ള പാട്ടാട്ടോ, അങ്ങനത്തെ ഒരു പാട്ടാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചു. അപ്പൊ തോന്നി ഭയങ്കര ഹൈപ്പിച്ചിലാണ് ഈ പാട്ട്. ഒരു താഴത്തേക്ക് വരുന്നതേ ഇല്ല, ഒരു മുകളിലാണ് അതിന്റെ സഞ്ചാരം ഭൂരിഭാഗം. കടുക് പൊട്ടിക്കണ പോലത്തെ വരികളും അങ്ങനെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്പീഡ് നല്ല അത്യാവശ്യം സ്പീഡും ഉണ്ടല്ലോ. അങ്ങനെ ഒരു പാട്ടാണ് പാടി നമ്മൾ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം അതിന്റെ ഉള്ളിൽ മധു പാടിയിട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മറന്നുപോയി. പാട്ട് പാടി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്തു. സിനിമ പോയി കണ്ടു. നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് വേണത് ഒരു മെഗാ ഹിറ്റ്, കുട്ടൻചേട്ടൻ്റെ ഫസ്റ്റ് മെഗാ ഹിറ്റ് പാട്ടുകളായിരുന്നു അത്. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അമേരിക്കൻ കോൺസുലേറ്റിലെ ഇന്റർവ്യൂവിന് വേണ്ടി പോകുമായിരുന്നു ദിവസം മദ്രാസിൽ. ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു കോള് വന്നു. എം എ ബേബി ചേട്ടനെ വിളിക്കണേ. മധു കൺഗ്രാജുലേഷൻസ് പറയാ. താങ്ക് യു ബേബി ചേട്ടാ. ഞാൻ വിളിച്ച് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചില്ലല്ലോ. എന്താണ്? മധുവിനാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗറിന്റെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ വല്ലാതെ ഒരു ഭയങ്കര ഒരു ഞാൻ അപ്പൊ തന്നെ കുട്ടൻചേട്ടനെ വിളിച്ചു. അതെ, കുട്ടൻചേട്ടൻ ഇങ്ങനെ വിളിച്ചിരുന്നു. കൺഗ്രാജുലേഷൻസ് ഇടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ടിന്റെ ഒരു അനുഭവം.
ചേട്ടാ ഓ അതിന്റെ ആ പാട്ടിന്റെ ലാസ്റ്റത്തെ ആ ക്ലൈമാക്സ് ഒന്ന് പാടിത്തരാവോ? ഓക്കെ. അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പൊന്തളയും ഉടലിലിട്ടൊരരുണാസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും ഉഗ്ര നടനമാടുകയമ്മേ. ഇതൊക്കെ പുഷ്പം പോലെയാണ് പാടണേ. ദുർഗു എന്തോ അപ്പൊ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? ഇന്നത്തെ മാർക്ക് 98 out of 100. ദുർഗക്കുട്ട എന്തോ ഇപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാ പൊക്കോണ്ടിരിക്കുന്ന ടോപ്പ് സിംഗറിൽ ഇപ്പോ? എന്തോ ഒരു ഉറപ്പില്ലാത്ത മേലോട്ടാണോ? എന്നിട്ട് കേട്ടില്ല അല്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ? മേലോട്ട് അതെ ഇങ്ങനെ മേലോട്ട് മേലോട്ടാണോ? ആ നമ്മള് മേലോട്ടാ പൊക്കോണ്ടിരിക്കുന്നേ. പക്ഷെ നമ്മുടെ ക്വാർട്ടർ ഫൈനല്, സെമി ഫൈനൽ, ഗ്രാൻഡ് ഫിനാലെ അതൊക്കെ ഇങ്ങനെ അടുക്കാറായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടെ? പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അടുത്ത റൗണ്ട് തൊട്ട് അത് മനസ്സിൽ വെച്ച് നമ്മൾ പെർഫോം ചെയ്യണം. ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ. ഗുഡ് നൈറ്റ്.